ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായി സ്നേഹമുള്ളവരെ, രാമനാഥപുര രൂപതയുടെ ഡിഡാക്കെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാം ഉപയോഗപ്പെടുത്തുന്നു എന്നറിയുന്നതിൽ എനിക്കേറെ സന്തോഷമുണ്ട്. മറ്റൊരു കാര്യം, മൈ ഗ്രാൻഡ് മദർ വാസ് ഹിന്ദു. എൻ്റെ ഗ്രാൻഡ് മദർ അല്ലെങ്കിൽ അമ്മാമ്മ അല്ലെങ്കിൽ ആൾ ഹിന്ദു ആയിരുന്നു. ലേറ്റർ കൺവേർട്ടഡ് ടു ക്രിസ്ത്യാനിറ്റി ഫോർ ഹെർ മാരേജ്. വിവാഹത്തിന് വേണ്ടി ക്രിസ്ത്യാനിയായി. ഈസ് ദിസ് കൺസിഡേർഡ് സിൻ? ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് ജീവിതാവസ്ഥ തിരഞ്ഞെടുക്കണം എന്ന് പറയുന്നത് അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ അതനുസരിച്ച് ആ ചേച്ചി എനിക്ക് ക്രിസ്ത്യാനി ആകണം, ക്രിസ്ത്യാനിയായിട്ട് ഒരു ക്രിസ്തീയ ദമ്പതിയായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹം തോന്നി. ഷീ ഡിസൈഡഡ്. ഇത്രയേ ഉള്ളൂ. ആ വിശ്വാസം അനുസരിച്ച്, ആ ബോധ്യം അനുസരിച്ച് മതം മാറി കല്യാണം കഴിച്ചു. അതൊരു പാപമെന്ന് പറയാൻ സാധിക്കില്ല. കാരണം അത് ആൾക്ക് കൊടുത്ത ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവം കൊടുത്ത ചിന്തയാണ്. അതനുസരിച്ച് ആ ചേച്ചി അതിന് തീരുമാനിച്ചു. അങ്ങനെ വിശ്വാസം ക്രിസ്തു മതം സ്വീകരിച്ചു. അങ്ങനെ ക്രിസ്ത്യാനിയായി ക്രിസ്തീയ ദമ്പതിയായിട്ട് ജീവിക്കുന്നു. അതിലൊരിക്കലും പാപമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. വാസ് ജീസസ് ക്രിയേറ്റഡ് ബൈ ദ ഫാദർ? എങ്ങനെയാണ് സാധിക്കുക? ദൈവത്തിന് സൃഷ്ടി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. ദൈവമാണ് സൃഷ്ടിക്കുന്നത്. ദൈവം സ്വയംഭൂവാണ്. അപ്പോൾ ദൈവം സ്വയംഭൂവാണെങ്കിൽ ദൈവത്തിൻ്റെ പുത്രൻ എങ്ങനെയാണ് ജനിക്കാൻ പോകുന്നത്? ഫിസിക്കലായിട്ട് അല്ലെങ്കിൽ വേറെ തരത്തിൽ ജനിക്കില്ലല്ലോ. അപ്പോൾ ദൈവം സ്വയം ഉണ്ടായതാണ്. ദൈവത്തിന് ആരംഭമില്ലല്ലോ, ദൈവത്തിന് അവസാനമില്ല. അങ്ങനെ ആരംഭമുള്ള സൃഷ്ടിയാണെങ്കിൽ, ഏതെങ്കിലും ഒന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതാണ് ദൈവമെങ്കിൽ, ദൈവപുത്രനെങ്കിൽ അവർ ദൈവമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ ഡെഫിനിഷനാണ് സ്വയംഭൂ എന്ന് പറയുന്നത്. സെൽഫ് എക്സിസ്റ്റിങ്, ഒന്നിൽ നിന്നും വന്നതല്ല, സ്വയം നിൽക്കുന്നതാണ്. ആരംഭമില്ലാത്ത, അന്ത്യമില്ലാത്ത ഒരു റിയാലിറ്റി. ആ പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ. അതുകൊണ്ട് ഈശോ സൃഷ്ടിക്കപ്പെട്ടതല്ലല്ലോ. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട്, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ വചനമാണ് പുത്രൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഇത് മൂന്നും ഇൻസെപ്പറബിളാണ്. അതുകൊണ്ടാണല്ലോ ത്രിത്വം എന്ന് പറയുന്നത് ത്രിയേകമാണെന്ന് പറയുന്നത്. ത്രിയേകം എന്ന് പറഞ്ഞാൽ ട്രയൂൺ, 3 സെപ്പറബിളാണ്, ഇൻസെപ്പറബിളാണ്. ത്രീഫോൾഡ് അല്ല, ത്രിയേകമാണ്, ട്രയൂൺ എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഒരിക്കലും സൃഷ്ടിക്കപ്പെട്ടതല്ല. സൃഷ്ടി എന്ന് പറയുന്നത് നമ്മളാണ്. ആ ദൈവത്തിൽ നിന്ന് വരുന്ന സൃഷ്ടികൾ. ദൈവം സ്വയം ഉണ്ടായതാണ്, സ്വയംഭൂ, സെൽഫ് എക്സിസ്റ്റിംഗ് റിയാലിറ്റി. അപ്പോൾ ആ ദൈവത്തിൻ്റെ പുത്രനാണ് ഈശോ. അപ്പോൾ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ ആ പുത്രനും വേറെ ഒന്നിൽ നിന്ന് വന്നതല്ല. അനാദിയെ ദൈവത്തോട് കൂടിയുള്ള റിയാലിറ്റിയാണ് പുത്രൻ. അപ്പം നമ്മൾ ആ രീതിയിൽ അതിന് മനസ്സിലാക്കണം. അതുകൊണ്ട് പിതാവിനെ ആരും സൃഷ്ടിച്ചിട്ടില്ല, പുത്രനെ സൃഷ്ടിച്ചിട്ടില്ല. ആദ്യം മുതലേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രിത്വൈക ദൈവം നമുക്കുണ്ട്. ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കണം. മറ്റൊരു കാര്യമുള്ളത്, ഇഫ് ഇൻ ദി ബിഗിനിങ്, ആരംഭത്തിൽ ഭൂമി ഉണ്ടായില്ല, ആകാശം ഉണ്ടായില്ല. വേർ ദെൻ ഡിഡ് ഗോഡ് ഡ്വെൽ ബിഫോർ ക്രിയേഷൻ? അതിന് മുമ്പ് പറഞ്ഞ ഉത്തരത്തോട് ചേർന്ന് പോകേണ്ട കാര്യമാണ്. ദൈവം സൃഷ്ടിയല്ലല്ലോ, ദൈവം എല്ലാം സൃഷ്ടിച്ചവനാണ്. ദൈവം സൃഷ്ടാവാണ്. സൃഷ്ടാവെന്ന് പറഞ്ഞാൽ ആ സൃഷ്ടാവ് ആദ്യം മുതലേ ഉണ്ട്. അത് സൃഷ്ടിക്കപ്പെട്ടതല്ല, സ്വയം നിലനിൽക്കുന്ന റിയാലിറ്റിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ പിന്നെ ദൈവം ഇല്ലായ്മയിൽ നിന്ന് ദൈവമാണ് ഭൂമിയും ആകാശമൊക്കെ സൃഷ്ടിച്ചത്. അല്ലാണ്ട് സൃഷ്ടിക്ക് മുമ്പ് ദൈവം എവിടെയായിരുന്നു? ദൈവം എവിടെയാണ് വസിച്ചത്? കാരണം ദൈവത്തിന് അങ്ങനെ ചെയ്യേണ്ട കാര്യം. ദൈവം സർവ്വവ്യാപിയാണ്, ആദ്യമില്ലാത്തവനാണ്, അന്ത്യമില്ലാത്തവനാണ്. അതുകൊണ്ടാണല്ലോ വെളിപാടിൻ്റെ പുസ്തകത്തിൽ 2 വാക്കുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്ക് ആൽഫബറ്റിൽ, ആൽഫ ആൻഡ് ഒമേഗ. ആൽഫ എന്ന് പറഞ്ഞാൽ ആദ്യം, എല്ലാറ്റിൻ്റെയും ആദ്യം ദൈവമാണ്, എല്ലാറ്റിൻ്റെ അവസാനം ദൈവമാണ്. ദൈവം ഒരിക്കലും ഉണ്ടായതല്ല, ദൈവം എന്നും നിലനിൽക്കുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സർവ്വവ്യാപിയായ, സർവശക്തനായ, സർവജ്ഞനായ ദൈവത്തിന് പ്രത്യേക ഒരിടം വേണ്ട വസിക്കാനായിട്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു ചോദ്യമുള്ളത്,
എന്തുകൊണ്ടാണ് കാലത്ത് ബലിയർപ്പിക്കുന്നത്, പ്രഭാതത്തിൽ ബലിയർപ്പിക്കുന്നത്? അതിനെന്തെങ്കിലും ബിബ്ലിക്കലായിട്ടോ ലിറ്ററേച്ചറിക്കലായിട്ടോ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മൾ ബൈബിളിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് വൈകിട്ടാണ്. അന്ത്യത്താഴെന്നല്ല പറയുന്നത്, അത്താഴെന്ന പറയുന്നത്. അതുകൊണ്ട് കാലത്ത് തന്നെ അല്ല, കാലത്ത് ബലി അർപ്പിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മുടെ സഭയിൽ നമ്മൾ അതിന് അസൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ വൈകിട്ട് അർപ്പിക്കുന്നു. ഒരു കാരണം എന്ന് പറയുന്നത് ടു സ്റ്റാർട്ട് ദ ഡേ വിത്ത് ദ ഹോളി യൂക്കറിസ്റ്റ്. കർത്താവിൻ്റെ ബലിവേദിയിൽ നിന്ന് ജീവിതം ആരംഭിക്കണം. നമ്മുടെ ജീവിതവും നമ്മുടെ ദുഃഖങ്ങൾ, വേദനകൾ, നൊമ്പരങ്ങൾ ഒക്കെ കാലുവരിയിൽ നമുക്ക് ഒപ്പിച്ച കർത്താവിനോട് കൂടി അർപ്പിച്ച് എല്ലാം കാഴ്ചവെച്ച് നമ്മൾ അനുദിന ജീവിതത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ ജോലിക്ക്, നമ്മുടെ ചികിത്സയ്ക്ക്, നമ്മുടെ ബിസിനസ്സിന്, നമ്മുടെ വിദ്യാഭ്യാസത്തിന്, നമ്മുടെ പഠനങ്ങൾക്ക് ഒക്കെ ആയിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ അത് ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഉഷസ്സിൻ്റെ, നമുക്കറിയാം ഉദയസൂര്യൻ, ആ റൈസിങ് സൺ. ആ റൈസിങ് സൺ എന്നുള്ള രീതിയിൽ കാലത്ത് തന്നെ ആ റൈസിങ് സണ്ണിനെ കാണാൻ, അനുഭവിക്കാൻ, ആ ഒരു രീതിയിൽ നമുക്കിതിനെ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് ജീവിതം ആദ്യത്തെ മണിക്കൂർ, ഉദാഹരണമാണെങ്കിൽ ഇഗ്നേഷ്യസ് ലയോള അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പ്രഭാതത്തിലെ സമയം ഞാൻ വേറെ ആർക്കും വിട്ടുകൊടുക്കില്ല. അതെനിക്കും എൻ്റെ നാഥനുള്ളതാണ്, എൻ്റെ കർത്താവിനുള്ളതാണ്. ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞത്രേ ഉള്ളൂ. അതായത് പ്രഭാത പ്രാർത്ഥന ചൊല്ലി, യാപ്രാർത്ഥന ചൊല്ലി ധ്യാനിച്ച് ആ ഈശോയുടെ ബലി അർപ്പിക്കണം, ആ ബലിയിൽ പങ്കുചേരണം. അത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അത് എൻ്റെ അടുത്ത അന്നത്തെ എൻ്റെ ജീവിതത്തിലേക്കുള്ള ഇന്ധനമാണ്. അതുകൊണ്ട് വിശുദ്ധ കുർബാന കാലത്ത് തന്നെ നമ്മൾ എത്ര അസൗകര്യങ്ങളുണ്ടെങ്കിലും കഴിയുന്നിടത്തോളം കാലത്ത് തന്നെ നമ്മൾ ക്രമീകരിച്ചതിന് കാരണം നമ്മളെല്ലാവരും ബലിവേദിയിൽ നിന്ന്, ബലിപീഠത്തിൽ നിന്ന് നമ്മുടെ ജീവിതം അർത്ഥപൂർണ്ണമായിട്ട് ആരംഭിക്കാനാണ്. അതേസമയം ഉദയസൂര്യനോട് കൂടി നിന്ന്, ഉദയസൂര്യൻ എന്ന് പറഞ്ഞാൽ കർത്താവാണ്, റൈസിങ് സൺ, നമുക്ക് പ്രകാശം പകരുന്ന, വെളിച്ചം പകരുന്ന ആ ഉദയസൂര്യൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഈശോ, നിത്യവെളിച്ചം. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുകയും കഴിയുന്നിടത്തോളം നമ്മൾ ജീവിതം വിശുദ്ധ കുർബാനയോടുകൂടി ആരംഭിക്കാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം. അല്ലാതെ പ്രത്യേകിച്ച് ഒരു ബിബ്ലിക്കലായിട്ട്, ലിറ്റർജിക്കലായിട്ട് ഇങ്ങനെ കാലത്ത് തന്നെ കുർബാന വേണമെന്നതിനെ കുറിച്ച് പറഞ്ഞതായിട്ട് എൻ്റെ അറിവിലില്ല, ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെന്നെ കേട്ടിരുന്നതിനൊക്കെ പ്രത്യേകിച്ച് നന്ദി. ഇതുപോലെ സംശയ നിവാരണത്തിലൂടെ കുറച്ചുകൂടി അർത്ഥപൂർണമായ രീതിയിൽ സഭയെ കാണാൻ, ദൈവവചനത്തെ കാണാൻ, സഭാ ജീവിതത്തെ കാണാൻ, കൗദാശിക ജീവിതത്തെ കാണാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.